ഹലോ അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മാത്രമാണ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ട ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര, അമൃതപ്പൊടിയിൽ ഓൾറെഡി മധുരത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, ആ മധുരം നമ്മൾ നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മധുരം തന്നെ ഇതിന് വേണ്ട. അപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് അരക്കപ്പ് അളന്നെടുത്തതിന് ശേഷം ഞാനത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും ഈ മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അരക്കപ്പ് കംപ്ലീറ്റ് ഇല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ മേൽഭാഗത്തൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നതൊക്കെ താഴത്തേക്ക് നീക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് അമൃതപ്പൊടി, ഇതിൽ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല, 1 കപ്പ് അമൃതപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നോർമൽ സ്പോഞ്ച് കേക്ക് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചർ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പക്ഷേ ബാറ്റർ ഇത്തിരി ടൈറ്റ് ആയിരിക്കും എന്ന് മാത്രം. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഈത്തപ്പഴം ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ചെറിയ കിസ്മിസ് ഇല്ലേ നമ്മളെ മുന്തിരി, അതും ഉണക്കമുന്തിരി, അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അണ്ടിയും അതുപോലെ ബദാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാട്ടെ. ഞാൻ അണ്ടിയും ബദാമിൻ്റെ ചെറിയ പീസസ് ആക്കി എടുത്തതും കൂടെയാണ്. അതിലേക്ക് ഇതുപോലെ അമൃതപ്പൊടി ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഞാനിത് ഒരുപാട് എടുത്തിട്ടുണ്ട് അമൃതപ്പൊടി, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബാറ്റർ ഓൾറെഡി ലൂസാണല്ലോ, അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്താ പറയുക, അടിയിലേക്ക് മാത്രം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടിയിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം ടൈറ്റ് മാവാകുമ്പോൾ തന്നെ അടിയിലേക്ക് താഴ്ന്നു പോയില്ല. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം ഒരുപാട് സമയം വേണ്ടേ. അപ്പോൾ കണ്ടേ, ഈ ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു ടൈറ്റിലാണ് ഈ മാവ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ടൈറ്റിൽ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടീ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇങ്ങനെ ബാറ്റർ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ബേക്കിംഗ് ട്രേ എടുത്തതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അമൃതപ്പൊടി തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിന് കുറച്ച് മുന്നേ തന്നെ ഞാൻ എന്താ പറയുക, ഒരു ഞാൻ ചെമ്പിലാണ് ചെയ്യുന്നത്, ഓവനിലൊന്നുമല്ല. ഒരു ചെമ്പിൽ ഉപ്പിട്ടിട്ട് ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ്ടോ, ഇതുപോലെ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഈ ഒരു ബാറ്റർ വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. എന്നിട്ടൊരു 35-40 ആ ഒരു സമയം മതി ഇതായി വരാനാട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തണുത്ത് വന്നു. ഇത് കണ്ടോ, സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളിതിൻ്റെ താഴെ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടി കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഓവനിൽ ചെയ്യുന്ന അതേപോലെ തന്നെ. പക്ഷേ സ്പോഞ്ചി കേക്കല്ല, എന്നാലോ സ്പോഞ്ച് പോലെ തന്നെയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ വരാൻ ഇതിലേക്ക് ഇത്ര തന്നെ പൊടി ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി കേട്ടോ. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് മാവാക്കി മാറ്റിയത്. പക്ഷേ അത്ര തന്നെ വേണ്ട സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്ലൈസസ് ആയിട്ട് നമ്മൾ പൊതിക്കേക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ ഒരു ടെക്സ്ചറിലാണ് സ്ലൈസസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.